മൊത്തം സാക്ഷരത 77% നിൽക്കുമ്പോൾ 96% ദേശീയ ശരാശരിയേക്കാൾ വളരെ മുകളിൽ സാക്ഷരത നേടാൻ കഴിഞ്ഞത് ഈ നാട് പൊളിറ്റിക്കലി അവെയർ ആയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ആളുകൾ പൊളിറ്റിക്കൽ ആവുന്നത് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങിയാൽ വൈ പീപ്പിൾ ഓഫ് കേരള എന്ന് തുടങ്ങുമ്പോഴേ അതിൻ്റെ അടുത്തായിട്ട് വരുന്നത് ഈറ്റ് ബീഫ് എന്നാണ്. അപ്പോൾ അല്ലെങ്കിൽ കേരളത്തിലെ ഈ പറയുന്ന പോലെ കേരളത്തിനെ പറ്റി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു നരേറ്റീവ് ഔട്ട് ഓഫ് കേരള, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കേരളം എങ്ങനെ കാണപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയിൽ നിൽക്കുകയാണ് കേരളം. അപ്പോൾ കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളെപ്പറ്റി നമ്മൾ വെറുതെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നാട് പൊളിറ്റിക്കലി അവെയർ ആവുന്നത് കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് ആ നാടിനുണ്ടാവുക, ആ നേട്ടങ്ങളാണ് കേരളത്തിൽ ഏറ്റവും മുടച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു സംസ്ഥാനം വ്യവസായ സൗഹൃദമാണോ എന്നതിൻ്റെ ഇൻഡിക്കേറ്റർ നമ്മൾ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് ആണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ സ്വയം 1ാം സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് കേരളം ഈ പഴി കേൾക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മാതൃമരണ നിരക്കിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ എടുത്തു നോക്കുക. അത് കേരളത്തിനോട് താരതമ്യം ചെയ്യാവുന്നതിൻ്റെ പരിസരങ്ങളിൽ എവിടെയുമില്ല. ഒറ്റതിരിഞ്ഞ് ഒരു സംസ്ഥാനം ആക്രമിക്കപ്പെടുമ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന കാര്യം മനസ്സിലാക്കിയാൽ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കേരളം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദേശീയ തമാശയായിരുന്നു കേരളത്തിലെ 100% ലിറ്ററസി എന്ന് പറയുന്നത്. അതായത് കേരളം 100% ലിറ്ററേറ്റ് ആയിരിക്കുമ്പോഴും ഇവിടുത്തെ യുവജനങ്ങൾ രാഷ്ട്രീയ അവബോധം ഇല്ലാത്ത ആളുകളായി മാറുകയാണ് എന്ന് പറയുന്ന തരത്തിലൊരു നരേറ്റീവ് കേരളത്തിനെ പറ്റി ദേശീയ മാധ്യമങ്ങളിൽ അടക്കം വന്നു. അതൊരു തമാശ പരിപാടിയുടെ ഭാഗമായിട്ട് വന്നതാണെങ്കിൽ പോലും അതിനപ്പുറം സ്വാഭാവികമായും കേരളത്തെ പരിഹസിക്കാൻ വേണ്ടി ഒരു സാധ്യത കിട്ടിയാൽ അത് വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു നിലവിലെ സാഹചര്യത്തിൽ കേരളം ഒരു ദേശീയ തമാശയായി മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ ഉപരിപ്ലവമായൊരു മനസ്സിലാക്കലും അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ആളുകളുടെ തരത്തിൽ നിന്നുണ്ടായ ഒരു പരിഹാസമായിട്ട് വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ. കാരണം ഏറ്റവും അടിസ്ഥാനപരമായി കേരളത്തിനെ നമ്മൾ വെറുതെ നോക്കിയാൽ പോലും കേരളത്തിനെതിരെ ഒരിക്കലും നിലനിൽക്കുന്ന ഒരു ആരോപണമല്ല കേരളം രാഷ്ട്രീയ അവബോധമില്ലാത്തവരുടെ ഒരു സമൂഹമാണ് എന്നുള്ളത്. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പൊളിറ്റിക്കലി ഡിസിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പൊളിറ്റിക്കലി അവെയറായ, അവനവൻ്റെ റൈറ്റ്സിനെ പറ്റി അവെയറായ, അവനവൻ്റെ സർക്കാരിനെ പറ്റി അവെയറായ, അതിലിരിക്കുന്ന ആളുകളെ പറ്റി അവെയറായ, അവരേത് നിലയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെപ്പറ്റി ബോധ്യമുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ് കേരളമെന്ന് കേരളം നിരന്തരം തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ കേരളത്തെപ്പറ്റി ആലോചിച്ച് നോക്കുക. കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങൾ എന്തെങ്കിലും അത് ചരിത്രപരമായ എന്തെങ്കിലും കാരണം കൊണ്ട് കേരളത്തിന് ലഭ്യമായി പോയിട്ടുള്ള ആനുകൂല്യങ്ങളല്ല, അല്ലെങ്കിൽ ആരെങ്കിലും തങ്കത്താലത്തിൽ വെച്ച് കൈമാറിയ കാര്യങ്ങളല്ല. കേരളത്തിൻ്റെ ഇപ്പോൾ പരിഹസിക്കപ്പെടുന്ന 100% സാക്ഷരതയും അതല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തിൽ, പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, മെറ്റേണൽ മോർട്ടാലിറ്റി പോലെയുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററിൽ, അതുപോലെ തന്നെ ഒരു തൊഴിലാളിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന സ്ഥലം. അപ്പോൾ കേരളം ശരിക്കും ഒരു ശരാശരി ഇന്ത്യയുടെ പരിച്ഛേദമേ അല്ല. അപ്പം വേറെ ഏതോ സ്ഥലത്തുനിന്ന് വന്ന് ബാക്കി എല്ലാ കാര്യങ്ങളിലും ആദ്യം തൊട്ടേ പ്രിവിലേജ്ഡ് ആയതിൻ്റെ പേരിൽ കേരളത്തിന് കിട്ടിപ്പോകുന്ന നേട്ടങ്ങളൊന്നുമല്ല ഇതൊന്നും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും അവസാന സ്വതന്ത്രമായ പ്രദേശങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് കേരളത്തെ കാണാം. കാരണം കേരളം ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ നിന്ന് മാറുമ്പോഴും കേരളത്തിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ഭാഗം രാജഭരണത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പം അവിടെ നിന്നും പോരാട്ടങ്ങളിലൂടെയാണ് കേരളം എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ജനാധിപത്യ സംസ്ഥാനമായിട്ട് കേരളം മാറുന്നത്. അവിടെ ജാതീയത ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ കേരളത്തിൽ നിലനിന്നിരുന്നൊരു നാടുമാണ് കേരളം. അപ്പോൾ അവിടെ നിന്ന് കേരളം അതിൻ്റെ രാഷ്ട്രീയ അവബോധത്തിലൂടെ, രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിലൂടെ സംഘടന എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ശക്തി എന്താണ്, മനുഷ്യർ സംഘടിതരായിരിക്കുന്നത് കൊണ്ടുള്ള ആനുകൂല്യം എന്താണ്, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സംഘടിതരായിരിക്കണമെന്ന് പറയുന്ന ബോധ്യം, അത് ഒരു മധ്യവർഗ അല്ലെങ്കിൽ ഉപരി മധ്യവർഗ തൊഴിലാളികളുടെ മാത്രം കാര്യത്തിലല്ല, അസംഘടിത തൊഴിലാളികൾ പോലും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ 10-ൽ താഴെയുള്ള ആളുകൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പോലും, സെമി സ്കിൽഡും അൺസ്കിൽഡുമായിട്ടുള്ള ആളുകൾ മുതൽ കർഷക തൊഴിലാളികൾ വരെ എല്ലാവരും സംഘടിക്കുക എന്ന് പറയുന്നതിൻ്റെ ശേഷി മനസ്സിലാക്കിയ ഒരു നാട് കൂടിയാണ് കേരളം. അപ്പോൾ കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളെപ്പറ്റി നമ്മൾ വെറുതെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ
ഒരു നാട് പൊളിറ്റിക്കലി അവെയർ ആവുന്നത് കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് ആ നാടിനുണ്ടാവുക, ആ നേട്ടങ്ങളാണ് കേരളത്തിൽ ഏറ്റവും മുടച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്ന ബഹുമതി കേരളത്തിനുണ്ടാവില്ല. ഒരു തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സത്യത്തിൽ അത് ഈ നാട്ടിലെ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ മനുഷ്യർക്കുള്ള അവരുടെ ജീവിത സാഹചര്യത്തിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഗുജറാത്ത് മോഡൽ എന്ന പേരിൽ ഇന്ത്യയിൽ ഏറ്റവും കൊട്ടിഘോഷിക്കപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു ടാറ്റ നാനോ പ്ലാന്റ് ഗുജറാത്തിൽ വരുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 25,000 കോടി രൂപ വിലയുള്ള ഭൂമി സൗജന്യമായി കൊടുക്കുമ്പോഴാണ് അവിടെ അത്രയും വലിയൊരു കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിന് ആ നിലയിൽ ഒരിക്കലും ചിന്തിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഒരു കോർപ്പറേറ്റ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ ആ നിലയിലുള്ള മീഡിയയോ ആഗ്രഹിക്കുന്ന പോലെ കേരളത്തിന് ഒരിക്കലും ഈ നാട്ടിലേക്ക് ഈ പറയുന്ന മാനുഫാക്ചറിങ് ആളുകളെ കൊണ്ടുവന്ന് അത്തരത്തിലൊരു സംഭവം നടത്താൻ പറ്റില്ല. കാരണം കേരളത്തിൽ ഏറ്റവും വിലയേറിയ റിസോഴ്സ് എന്ന് പറയുന്നത് ഭൂമിയാണ്. കാരണം കേരളം വളരെ ചെറിയൊരു സംസ്ഥാനമാണ്, ഈ രാജ്യത്തെ തന്നെ ഏറ്റവും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയ ഒരു സ്ഥലമാണ്. അപ്പോൾ കേരളത്തെപ്പറ്റി പൊതുവിൽ പറയുന്ന നരേറ്റീവുകളിൽ ഏറ്റവും ഭീകരമായിട്ട് പറയപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് കേരളം വ്യവസായ സൗഹൃദമല്ല എന്നുള്ളതാണ്. അവിടെയും നിങ്ങൾ ഇതിൻ്റെ എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു ഇന്ത്യയിൽ ഒരു സംസ്ഥാനം വ്യവസായ സൗഹൃദമാണോ എന്നതിൻ്റെ ഇൻഡിക്കേറ്റർ നമ്മൾ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് ആണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ സ്വയം ഒന്നാം സ്ഥാനത്തിരുന്നു കൊണ്ടാണ് കേരളം ഈ പഴി കേൾക്കുന്നത്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പൊളിറ്റിക്കലി അവെയറാണ്. അവിടെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ആ പരിഹാസം കേൾക്കേണ്ടി വരുന്നത്. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യരംഗമുള്ളത് കേരളത്തിനാണ്. അവിടെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ആക്ഷേപം കേൾക്കേണ്ടി വരുന്നത്. ഈ രാജ്യത്ത് പ്രതിശീർഷ വരുമാനത്തിലോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം നേരിടുന്ന വളർച്ചയുടെ കാര്യത്തിലോ എല്ലാ കാര്യത്തിലും കേരളം മറ്റെല്ലാ സ്റ്റാൻഡേർഡ്സിലും കേരളത്തിന് താരതമ്യം ഉണ്ടാവുന്നത് പലപ്പോഴും യൂറോപ്പിലെ രാജ്യങ്ങളുമായിട്ടൊക്കെയാണ്. നിങ്ങളിപ്പോൾ ഒരു വെറുതെ ലളിതമായൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ മെറ്റേണൽ മോർട്ടാലിറ്റി, അതായത് മാതൃമരണ നിരക്ക് എന്ന് പറയുന്നത് കേരളത്തിൽ 19 മാതൃമരണ നിരക്ക്. അതായത് 1,00,000 കുട്ടികൾ ജീവനോടെ ജനിക്കുമ്പോൾ അതിൽ 19 അമ്മമാരെ നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്. ഈ 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് കേരളം എത്താൻ കാരണം കേരളത്തിലെ ലൈവ് ബർത്തുകളുടെ എണ്ണത്തിലുണ്ടായ കുറവാണ്. അതായത് കേരളത്തിൽ 3.5 ലക്ഷത്തോളം കുഞ്ഞുങ്ങളെ ആണ് ജനിക്കുന്നത് ആ നിലയിൽ. അപ്പോൾ അങ്ങനെ ജനിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും അത്രയും ആളുകളെ ജനിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം 100 അമ്മമാരെ നമുക്ക് നഷ്ടപ്പെടുന്നു, അവിടെ 10 ലക്ഷം കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ടെങ്കിൽ 10 എന്ന് പറയുന്ന നിരക്കിലേക്കാണ് ഇത് പോവുക. അപ്പം സ്വാഭാവികമായിട്ട് ഈ എണ്ണം കുറഞ്ഞതുകൊണ്ടാണ് കേരളത്തിന് ഈ അടുത്ത കാലത്ത് മാതൃമരണ നിരക്ക് 19 എന്ന് പറയുന്നതിലെത്തിയത്. അവിടെയും WHO വെച്ചിരിക്കുന്ന ടാർഗറ്റ് 70. കേരളം അതിനെക്കാട്ട് എത്രയോ മുമ്പിലാണുള്ളത്. അതേ സമയത്ത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മാതൃമരണ നിരക്കിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ എടുത്ത് നോക്കുക. അത് കേരളത്തിനോട് താരതമ്യം ചെയ്യാവുന്നതിൻ്റെ പരിസരങ്ങളിൽ എവിടെയുമില്ല. അതേപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിലും സമാനമായ സ്ഥിതിയാണുള്ളത്. ഇനി ഇതുപോലെ തന്നെ ഒരു ഇൻഡിക്കേറ്ററാണ് ആളുകൾ പൊളിറ്റിക്കലി അവെയർ ആവുന്നതിന്. അതുപോലെ തന്നെ ആ നാട്ടിലെ ലിംഗനീതിയുടെ ഒരു ഇൻഡിക്കേറ്ററാണ് അവിടുത്തെ സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത്. 2036 ഇന്ത്യ മഹാരാജ്യം വെച്ചിരിക്കുന്ന സ്ത്രീ പുരുഷ അനുപാതത്തിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 952 സ്ത്രീകൾ എന്നതാണ്. 1000 പുരുഷന്മാർക്ക് 952 സ്ത്രീകൾ എന്ന നേട്ടം കൈവരിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ അത് 1058. അതായത് സ്ത്രീ പുരുഷാനുപാതം സ്ത്രീകളുടെ സൈഡിലേക്ക് ബയസ്ഡ് ആയിരിക്കുന്ന, സ്ക്യൂഡ് ആയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ നേട്ടങ്ങൾ പറയുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിൻ്റെ നേട്ടങ്ങളാണ്. പക്ഷേ ഈ നേട്ടങ്ങൾ പറയുന്നതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിലും പൊതുവിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് നോക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് നമ്മൾക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്ന റിസൾട്ടുകൾ നോക്കിയിട്ടുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റികളുടെ നിലവാരം നോക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഈ പറയുന്ന നേട്ടങ്ങളെല്ലാം ഉണ്ടാവുമ്പോൾ അതിൻ്റെ എല്ലാം പുറകിൽ രാഷ്ട്രീയ അവബോധമുള്ള ഒരു സമൂഹത്തിൻ്റെ സാന്നിധ്യം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഇന്ത്യയിൽ തന്നെ പലപ്പോഴും ഒരു വലതുപക്ഷ രാഷ്ട്രീയം ഉണ്ടാവുക, അതുപോലെ തന്നെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പല ഭേദഗതികളായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ തിരിയുക എന്ന് പറയുന്ന ഒരു കൾച്ചർ ഉണ്ടായിരിക്കുന്ന കാലത്ത്
പൊളിറ്റിക്കൽ ലെഫ്റ്റിലും പൊളിറ്റിക്കൽ റൈറ്റിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടായിരുന്ന രണ്ട് കൂട്ടർക്കും പിന്തുണ കിട്ടിയിരുന്ന, സ്വാഭാവികമായി തന്നെ അവർ അധികാരത്തിൽ മാറി മാറി വരുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു ജനത കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് കേരളത്തിനെ പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യം, കേരളത്തിൻ്റെ വളർച്ചയോ അല്ലെങ്കിൽ കാര്യങ്ങളോ അതിൻ്റെ സമഗ്രതയിലുള്ളതല്ല, അത് വിദേശത്ത് നിന്ന് വരുന്ന പണം കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്ന ഒരു ആക്ഷേപം കേരളത്തെ പറ്റി സ്ഥിരമായിട്ടുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ 70കളിലൊക്കെ ആയിരിക്കും കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഗൾഫ് മൈഗ്രേഷൻ നടക്കുന്നത്. ഇപ്പോൾ 70കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ്. ഈ രാജ്യത്തു നിന്ന്, കേരളത്തിൽ നിന്ന് നമുക്ക് ഗൾഫിലേക്ക് എത്താൻ ഷോർട്ട് കട്ടൊന്നുമില്ല. ഈ രാജ്യത്തെ ഏത് സംസ്ഥാനത്തെ ആളുകൾക്ക് വേണമെങ്കിലും ഗൾഫിലേക്ക് പോകാമായിരുന്നു. എന്തുകൊണ്ട് ഗൾഫിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഫോക്കസ്. കാരണം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്വാഭാവികമായി കേരളത്തിലുണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകളുടെ ഭാഗമായി എംപവേർഡ് ആയ മനുഷ്യർ, ഓർഗനൈസ്ഡ് ആയ മനുഷ്യർ അവരെല്ലാ വിഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സാക്ഷരത ഉണ്ടാവുക, എല്ലാവർക്കും വിദ്യാഭ്യാസം ഈക്വലായിട്ട് കിട്ടുക, അതിനുവേണ്ടി പൊതുവിദ്യാലയങ്ങൾ ഉണ്ടാക്കുക, ആളുകളുടെ ആരോഗ്യത്തിന്, അവരുടെ ജീവിത നിലവാരത്തിന് ഇതിന് ഫോക്കസ് ഉണ്ടാവുക, അതുപോലെ തന്നെ ഭൂപരിഷ്കരണം പോലുള്ള കാര്യങ്ങൾ അതിൻ്റെ ഏറ്റവും സമഗ്രമായ രീതിയിൽ നടപ്പാക്കുക, അതിലൂടെ ഉണ്ടാകുന്ന റീഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെ കേരളത്തിൻ്റെ സമൂഹത്തിൽ ആകെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെല്ലാം പൊളിറ്റിക്കൽ ചേഞ്ചസ് ആണ്. അതായത് ആ നാട്ടിലെ ജനതയുടെ രാഷ്ട്രീയ അവബോധത്തിൽ നിന്ന് അവർ നേടിയെടുത്ത അവകാശങ്ങളാണ്, അവർ സമരം ചെയ്ത് നേടിയ അവകാശങ്ങളാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്ത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു സാധാരണ തൊഴിലാളിയുടെ കൂലിക്ക് കേരളത്തിലേതുമായിട്ട് യാതൊരു താരതമ്യവും ഇല്ല. ഇതെല്ലാം ഓർഗനൈസ്ഡ് ആയ മനുഷ്യർ നേടിയെടുത്തിട്ടുള്ള രാഷ്ട്രീയ അവകാശങ്ങളാണ്, രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അവർ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങളാണ്. അപ്പം ഇവിടെ ഈ പറയുന്ന നേട്ടങ്ങളിലേക്കെല്ലാം കേരളം എത്തിച്ചേർന്നതിൻ്റെ പുറകിൽ നമ്മൾ പറയുന്ന നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയുണ്ട്, നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നോക്കുക, ഇത് ദക്ഷിണേന്ത്യയുടെ ഒരു പ്രത്യേകതയാണോ എന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം നിങ്ങൾ നോക്കിയാൽ മതി. ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം കേരളമായിരിക്കുമ്പോൾ ഏറ്റവും സാക്ഷരത കുറഞ്ഞ സംസ്ഥാനം ആന്ധ്രയാണ്. അതായത് ദക്ഷിണേന്ത്യയുടെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടാണ് ഇത് കിട്ടുന്നതെങ്കിൽ സ്വാഭാവികമായും തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശും സ്ഥാനം പിടിക്കേണ്ടതാണ്. ആന്ധ്രാപ്രദേശും തെലുങ്കാനയും കഴിഞ്ഞാലാണ് സാക്ഷരതയുടെ കാര്യത്തിൽ ഉത്തർപ്രദേശ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിന് യുണീക്കായ ഒരു പൊളിറ്റിക്കൽ കൾച്ചറാണ് കേരളത്തിനെ ഈ കാണുന്ന നേട്ടങ്ങളിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്ന കാര്യം വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കേരളം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അനാവശ്യമായിട്ട് കേരളം ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒന്നെന്ന് പറയുന്നത്, കേരളം ഈ ഫ്ലാഗ് ബെയറർ ആയതുകൊണ്ട്, അതായത് എല്ലാ കാര്യങ്ങളിലും കുറച്ച് മുമ്പേ പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളതുകൊണ്ട് നമ്മുടെ ദേശീയ പ്രയോറിറ്റികൾ നിങ്ങൾ നോക്കിയാൽ, നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസ് നിങ്ങൾ നോക്കിയാൽ കേരളം അതിൽ നിന്ന് കുറച്ച് ഭിന്നമായ സാഹചര്യത്തിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരള സംസ്ഥാനത്തിനെ ഒരു കേന്ദ്ര മന്ത്രി പരിഹസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പരിഹസിക്കാതെ അദ്ദേഹം പറഞ്ഞത് കേരളം ഒരു അവികസിത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ മാത്രമേ കേരളത്തിന് സഹായം ലഭ്യമാവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം നമുക്ക് സഹായം ലഭ്യമാവുന്നതിന് വേണ്ടിയിട്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ മറച്ചു വയ്ക്കാൻ കഴിയില്ല, കാരണം ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ള എവിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു ബഹുസ്വര രാജ്യം എന്ന നിലയിൽ നമ്മൾ ഓരോ സംസ്ഥാനങ്ങൾക്കും ആവശ്യമുള്ള ഡെവലപ്മെൻറ്റൽ പ്രയോറിറ്റീസ് ആ നിലയിൽ സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് റീജിയണൽ ആയിട്ടുള്ള കൺസിഡറേഷൻസ് നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ കേരളത്തെ നമ്മൾ നോക്കിയാൽ കേരളത്തിനെ സംബന്ധിച്ച് ആളുകൾ വിദ്യാസമ്പന്നരാണ്. സ്വാഭാവികമായും ആളുകൾക്ക് ഹയർ എഡ്യൂക്കേഷൻ വരെ പഠിക്കാൻ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൽ തന്നെ കൃത്യമായ മാർഗങ്ങളുണ്ട്. അതിനെ പിന്തുണയ്ക്കുന്ന ഒരു സംസ്ഥാന സർക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾ ഒന്നും തന്നെ ഈ പറയുന്ന പ്രയോറിറ്റീസിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരു ചരിത്രം കേരളത്തിനില്ല. അങ്ങനെ പറ്റില്ല. കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ സ്വാഭാവികമായും അവനവൻ്റെ റൈറ്റ്സിനെ പറ്റി അവെയറായ ആളുകൾ അതിനെ എതിർത്ത് തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പോൾ കേരളത്തിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റൽ പ്രയോറിറ്റീസ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നേട്ടം നേടിയ ഒരു സംസ്ഥാനം എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക്, നൊട്ടോറിയസ്ലി ബീമാരു സ്റ്റേറ്റ്സ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ബീഹാറൊക്കെ പോലെയുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അവരുടെ പ്രയോറിറ്റി കേരളത്തിന് വരില്ല. അതേപോലെ തന്നെ കേരളത്തിൻ്റെ നിലയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ കൂടുതൽ തുടങ്ങിക്കൊണ്ട് കേരളത്തിന് ഇനി ഒരു തരത്തിലുള്ള വികസന സാധ്യതയുമില്ല.
അതേസമയം ഈ പറയുന്ന ഒരു നോളജ് എക്കണോമിയുടെ സാധ്യതകൾ, ഒരു ഡിജിറ്റൽ എക്കണോമിയുടെ സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിനെ സ്വാഭാവികമായും ഹൈ വാല്യൂ സർവീസുകളുടെ എക്സ്പോർട്ട് ഉൾപ്പെടെ ലോകം ഇന്ന് ഉറ്റുനോക്കുന്ന ഏറ്റവും വികസിതമായ സാധ്യതകളിലാണ് കേരളത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഉള്ളത്. അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഇനി കേന്ദ്ര സർക്കാർ നടത്തേണ്ട ഡെവലപ്മെൻ്റൽ പദ്ധതികൾ ഫോക്കസ് ചെയ്യപ്പെടേണ്ട ഡയമെൻഷൻ വേറെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും പോകാൻ സ്കൂളുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ കുട്ടികൾക്കും സ്കൂൾ നൽകാൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി വിദ്യാഭ്യാസത്തിലേക്ക് ഒരു നിക്ഷേപം കേരളത്തിന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നത് കടുത്ത അനീതിയാണ്. കാരണം ഇന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കേരള സംസ്ഥാനം നികുതി ഇനത്തിൽ കൊടുക്കുന്ന 1 രൂപയുടെ പകുതി പോലും നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളിലെല്ലാം വരുമ്പോൾ കേരളം സ്വാഭാവികമായും കേരളത്തിനെ ആക്ഷേപിക്കുകയും കേരളത്തിൻ്റെ ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണാതിരിക്കുകയും കേരളം എന്തുകൊണ്ട് വ്യത്യസ്തമായി എന്ന് പറയുന്നതിനെ പഠിച്ച് അത് റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാതിരിക്കുകയും അതിനപ്പുറം നമ്മൾ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ മാത്രം കേരളത്തിനെ പറ്റി പറയുകയും ചെയ്യുന്നത് സത്യത്തിൽ മറ്റെന്തോ ഒരു ലാർജർ അജണ്ടയുടെ ഭാഗമാണ്. അപ്പോൾ നിങ്ങളതിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ അടുത്ത കാലത്ത് ഇപ്പോൾ നിങ്ങളൊരു ഗൂഗിൾ സെർച്ച് നടത്തിയാൽ കേരളത്തിലെ ആളുകളെ പറ്റി, ഇപ്പോൾ സത്യത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ ആളുകൾ പൊളിറ്റിക്കൽ ആവുന്നത് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങിയാൽ വൈ പീപ്പിൾ ഓഫ് കേരള എന്ന് തുടങ്ങുമ്പോഴേ അതിൻ്റെ അടുത്തായിട്ട് വരുന്നത് ഈറ്റ് ബീഫ് എന്നാണ്. അപ്പോൾ അല്ലെങ്കിൽ കേരളത്തിലെ ഈ പറയുന്ന പോലെ കേരളത്തിനെ പറ്റി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു നരേറ്റീവ് ഔട്ട് ഓഫ് കേരള, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കേരളം എങ്ങനെ കാണപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയിൽ നിൽക്കുകയാണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല. കേരളം എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്തെ ആ സംസ്ഥാനത്തെ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയി കണ്ട് അതിനെ ആക്രമിക്കുകയും ഡീലെജിറ്റിമൈസ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നതിൽ എന്തോ ഒരു ഗുണം നമ്മുടെ രാജ്യത്ത് ആളുകൾ നേടിപ്പോരുന്നൊരു സാഹചര്യമുണ്ട്. കാരണം അതിനകത്തൊരു നിക്ഷിപ്ത താല്പര്യം വളരെ വ്യക്തമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സ്ട്രീം റൈറ്റ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന് ഒരിക്കലും വഴങ്ങിക്കൊടുക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. നമ്മൾ വളരെ മൈനറായിട്ടുള്ള സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഡിസൈസീവ് മാർജിനൽ വോട്ട് ഹോൾഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതെങ്കിലും ഒരു ചെറിയ കാലത്തേക്ക് അവരെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യത കൊണ്ടോ മറ്റോ കേരളത്തിൽ 1 or 2 തവണ മാത്രമാണ് ഒരു സീറ്റ് എന്ന് പറയുന്ന നിലയിലേക്കെങ്കിലും ഒരു എക്സ്ട്രീം റൈറ്റ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകളെ പൂർണ്ണമായും തള്ളിക്കളയുക. കാരണം അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നതിനെ പറ്റി പൊളിറ്റിക്കലി അവെയറായ ഒരു സമൂഹമായതുകൊണ്ട് തന്നെയാണ് കേരളം ഒരിക്കലും ഒരു എക്സ്ട്രീം റൈറ്റ് മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാത്തത്. അപ്പം ആ പറയുന്ന കാര്യം, ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് അത്തരത്തിലൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന മാതൃകയായിട്ട് അവർക്ക് കേരളത്തിനെ കാണിക്കാൻ പറ്റും. ഇനി ആ മാതൃകാ സംസ്ഥാനം എല്ലാ കാര്യങ്ങളിലും നേട്ടം നേടിപ്പോരുകയാണെങ്കിൽ ആ മാതൃകാ സംസ്ഥാനം രാജ്യത്തിന് തന്നെ എല്ലാ കാര്യത്തിലും ഒരു മോഡൽ സൃഷ്ടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ പരാജയപ്പെടുന്നത് ഈ പറയുന്ന ഭൂരിപക്ഷം ആളുകളെയും കീഴടക്കാൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അവർ ആ നിലയിൽ പരാജയപ്പെടുകയാണ്. മാത്രമല്ല ആളുകളെ സംബന്ധിച്ച് യുക്തിപൂർവ്വം ചിന്തിക്കുകയാണെങ്കിൽ ആ രാഷ്ട്രീയത്തെ തള്ളിക്കളയുന്ന ഒരു നാട് നന്നായിരിക്കുകയും ആ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുന്ന നാടുകൾ ഈ പറയുന്ന എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സിലും അതിനോട് ദയനീയമായി പരാജയപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ ആളുകളെ പ്രാപ്തരാക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അവിടെ കേരളം ഐസിസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഗ്രൗണ്ടാണെന്നും കേരളം ലവ് ജിഹാദിൻ്റെ കേന്ദ്രമാണെന്നും കേരളം ഈ നാട്ടിലെ ഈ രാജ്യത്തെ മനുഷ്യരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷം മനുഷ്യരുടെ താല്പര്യങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെന്നും ഒരു ദേശീയ അലോസരമാണെന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയ അവബോധമില്ലാത്ത ഒരു യുവത്വമാണെന്നും ഒക്കെ വരുത്തി തീർത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും മറ്റെന്തിനെയോ ലെജിറ്റിമൈസ് ചെയ്യാൻ കഴിയും, അതിന് നീതീകരണം നൽകാൻ കഴിയും എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഇതൊരു നിഷ്കളങ്കമായിട്ടുള്ള പ്രചരണമായിട്ട് മാത്രം ആളുകൾ കണ്ടാൽ പോരാ. അപ്പോൾ സ്വാഭാവികമായും കേരള സമൂഹം ഇതിനെപ്പറ്റി അവെയർ ആവുന്നത് പോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയും കേരളത്തെപ്പറ്റി ഒബ്ജക്റ്റീവായും വസ്തുനിഷ്ഠമായും പഠിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നം നമുക്ക് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുന്നത് നമുക്ക് തടയാൻ പറ്റൂ. അപ്പം അവിടെ 96% കൂടുതൽ ആളുകൾ, അതായത് രാജ്യത്ത് മൊത്തം സാക്ഷരത 77% നിൽക്കുമ്പോൾ 96% ദേശീയ ശരാശരിയേക്കാൾ വളരെ മുകളിൽ സാക്ഷരത നേടാൻ കഴിഞ്ഞത് ഈ നാട് പൊളിറ്റിക്കലി അവെയർ ആയതുകൊണ്ടാണ്. അപ്പോൾ അത് സത്യത്തിൽ അഭിനന്ദിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്, പരിഹസിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഔട്ട്കം എന്താണ് എന്നുള്ളത് ഈ രാജ്യം മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ശരിയായ പൊളിറ്റിക്സ് എന്താണെന്നുള്ളതും നമ്മൾ പിന്തുണക്കേണ്ടതും അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതും രാജ്യം ഭരിക്കാൻ നമ്മൾ ഏൽപ്പിക്കേണ്ടതുമായ ഒരു പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് എന്താണെന്നുള്ളതും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് ഒരു 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 രാജ്യമെന്ന നിലയിൽ നമ്മളത് സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ള സാധ്യതയാണ് ഇന്ത്യ പരിശോധിക്കേണ്ടത്. അതല്ലാതെ ഒരു എന്താ പറയുക, ഒറ്റതിരിഞ്ഞ് ഒരു സംസ്ഥാനം ആക്രമിക്കപ്പെടുമ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന കാര്യം മനസ്സിലാക്കിയാൽ, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ ആ പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്തി അവരവരുടെ ജനതയ്ക്ക് കൂടെ ഗുണപരമായിട്ടുള്ള അത്തരം മാറ്റങ്ങളെ സ്വീകരിക്കാൻ കഴിയുമോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്, ഇന്ത്യയിലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയെ കൂടെ പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളത്തിന് തുടരാൻ കേരളത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അത് നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസിൻ്റെ ഭാഗമാക്കാനും കഴിയണം. അപ്പോഴാണ് ഒരു യൂണിയൻ എന്ന നിലയിൽ ഈ രാജ്യം അർഹിക്കുന്ന ഒരു പ്രാധാന്യം എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് ബോധ്യമാവുക. അതല്ല എങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നവരെ മാത്രം പിന്തുണയ്ക്കുന്ന തലത്തിലേക്ക് നമ്മുടെ യൂണിയൻ താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. അത് മൊത്തത്തിൽ ദേശീയ താല്പര്യത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യവുമാണ്.